ക്ഷേത്ര ചടങ്ങുകളിലെ ഗാർഡ് ഓഫ് ഓണർ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നടപ്പിലാക്കുന്നതിൽ പോലീസിൽ ആശയക്കുഴപ്പം. വർഷങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ നിർത്തുന്നതും പണം ഈടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പോലീസ് നിലപാട്. അതേസമയം ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ ചടങ്ങുകൾ അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെ സവിശേഷ ചടങ്ങുകൾക്ക് നൽകി വന്നിരുന്ന ഗാർഡ് ഓഫ് ഓണർ അവസാനിപ്പിക്കാനും തുടരേണ്ടവയ്ക്ക് പണം ഈടാക്കാനുമാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിൽ ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന പോലീസ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ചടങ്ങുകൾ ആചാരപരമായി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നിർവഹിച്ചു വരുന്നത്. ഇതൊറ്റയടിക്ക് നിർത്തലാക്കുന്നതും തുടരുന്നതിന് പണം ഈടാക്കുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സേനയിലെ പൊതുവികാരം. തിരുവനന്തപുരത്തെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് സംസ്ഥാന അതിർത്തിയിൽ നൽകുന്ന ഗാർഡ് ഓഫ് ഓണറും അകമ്പടിയും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിനുള്ള അകമ്പടി എന്നിങ്ങനെ ഒഴിവാക്കാൻ കഴിയാത്ത ആചാരങ്ങൾ ഒരുപാടുണ്ട്. അതിനാൽ തന്നെ നിർദ്ദേശം അപ്രായോഗികമെന്നും സേനയ്ക്കുള്ളിൽ വിമർശനമുയരുന്നു. അതേസമയം ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സർക്കാർ തീരുമാനം ക്ഷേത്ര താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. ഒരു കൂടിയാലോചനയും കൂടാതെ ക്ഷേത്രങ്ങളുമായി സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒരറിയിപ്പ് നൽകുകയോ ഒന്നും ചെയ്യാതെ ഏകപക്ഷീയമായി സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് തീർച്ചയായും ക്ഷേത്ര താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്, ധ്വംസനമാണ്. സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിനനുസരിച്ചും അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും ഒക്കെ വേണ്ടി ക്ഷേത്രങ്ങളെ വേദിയാക്കി മാറ്റുകയാണ്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെയും നിലപാട്. ജനം, തിരുവനന്തപുരം.